തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വീണ്ടും ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുമായി പ്രതിപക്ഷം. 13 ലക്ഷം രൂപയുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കി പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. UDF ഭരണസമിതിയുടെ കാലത്ത് 2025 മാർച്ച് മാസത്തിൽ 29,000 രൂപയുടെ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O. നാരായണൻകുട്ടി ആരോപിച്ചു. പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മരങ്ങൾ ലേലം ചെയ്തതിലും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം മണികണ്ഠൻ ആരോപിച്ചു. 22 മരങ്ങൾ തച്ചമ്പാറയിലെ MLA ആയിരുന്ന ശ്രീ P. ബാലന്റെ ഒരു സ്മാരക മന്ദിരമുണ്ട് പ്രിയപ്പെട്ടവർ, അവിടെ നശിച്ചു പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും കൂടി 6 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി അതിന്റെ നടപടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് വെച്ചതാ. എവിടെ പോയി പൈസ? എവിടെ പോയി? ഈ മുള്ളത്തുപാറയിൽ ആ പള്ളിയോട് ചേർന്ന് ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അന്ന് അനുവദിച്ചതാണ്. ശുചിത്വ മിഷൻ 70%, 30% പഞ്ചായത്ത് വിഹിതം. നടന്നോ? 2 ടേക്ക് ബ്രേക്കുകൾ 18 ലക്ഷം, 16 ലക്ഷം. ഒന്ന് പൊന്നങ്കോട് റുബീന ഹോട്ടലിന്റെ പരിസരത്ത്, മറ്റൊന്ന് ഈ പറയുന്നത് മുള്ളത്തുപാറ. എത്ര മനോഹരമായി നിർമ്മിക്കാൻ കഴിയും. നടന്നോ പദ്ധതികള്? ടൗണ് വിപുലീകരണം, ടൗണ് ഈ പറയുന്നത് പോലെ സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതി എവിടെ പോയി? എന്തെങ്കിലും ഒരു പദ്ധതി എടുത്ത് നടപ്പാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ടാണ് നിങ്ങളിപ്പോ ഈ പറയുന്നത് പോലെ ആരെങ്കിലും കൊണ്ടുവന്ന പദ്ധതി ഉണ്ടെങ്കിൽ അതിന്റെ ആള് നമ്മളാണ്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ എടുക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അതിനെ തുരങ്കം വെച്ച് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പദ്ധതി വിഹിതമാകെ അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി വലിയ തോതിലുള്ള സമരം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ ഇപ്പോ. അതല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. മുമ്പും പ്രളയം ഉണ്ടായിട്ടുണ്ട് 18ലും 19ലും. അന്ന് കരുത്തനായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോ എണീക്കാൻ വയ്യാത്ത ആളുകൾ പോലും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇത് കോഴി ബിരിയാണി തിന്നാൻ പൊന്നാനി പോയി വയറ് നിറച്ച് ഏമ്പോക്കവും വിട്ട് തിരിച്ചു വന്നാൽ ഒരാളും ഈ കേരളത്തിൽ സതീശനോടൊപ്പം ഉണ്ടാവില്ല എന്ന നല്ല ധാരണ നിങ്ങൾക്ക് വേണം. സതീശന് വേണം, UDFന് വേണം. ഇവിടെ അതാണ് നടക്കുന്നത്. എന്നിട്ട് വായ പൊളിച്ച നുണ തന്നെ നുണ. നിങ്ങൾ നോക്ക്, ഇൻവെസ്റ്റ്മെന്റേഴ്സുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാ. തമിഴ്നാട് വിജയിനെ കണ്ട് തിരിച്ചു വരികയാണ് അവര്. തമിഴ്നാട് മുഖ്യമന്ത്രി അവര് പെട്ടെന്ന് പോകണം, അവര് ഡൽഹിക്ക് പോകണം എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അതാ മൂപ്പര് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഡൽഹിക്ക് പോകണം, വേഗം വരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണുന്ന ചരിത്രമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുഖ്യമന്ത്രിനെ ഏത് കൊമ്പനാണെങ്കിലും, അദാനിയാണെങ്കിലും കൊമ്പനാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്താനുള്ള തന്റെ ഇടമുള്ളവനാകണം മുഖ്യമന്ത്രി. നട്ടല് വളഞ്ഞവനാവരുത് മുഖ്യമന്ത്രി. എന്നിട്ട് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. സമസ്ത മേഖലകളിൽ മുഖ്യമന്ത്രി പോകുന്നതിന്റെ വിവരങ്ങൾ പോലീസിനില്ല, മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കൊന്നുമില്ല, പത്രക്കാർക്ക് അറിയില്ല. എവിടെ പോയി എവിടെ വന്നു, ആരോട് മിണ്ടി. ആകെ അരമണിക്കൂർ അമ്മായിയപ്പന്റെ അടുത്ത് പോയി ലോക്യം പറഞ്ഞതുണ്ട്. തെളിവ് അല്ലെ പിന്നെ അമ്മായിയപ്പന്റെ ആശുപത്രിയില് ഈ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവണം. അതിന് തെളിവൊന്നുമില്ല. അതുണ്ടെങ്കിൽ പത്രക്കാര് പൊക്കുമല്ലോ. ഇതിന്റെ പിന്നാലെ ക്യാമറ പോവല്ലേ. സ്വന്തം വീട്ടിൽ പോയിരുന്നു. വടക്കോട്ട് പോണോ തെക്കോട്ട് പോണോ എന്ന് ചിന്തിക്കുന്ന. വടക്കോട്ട് പോയാ ബിരിയാണി കഴിക്കാം, കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്താം. തെക്കോട്ട് പോയാ പ്രളയത്തിൽ മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകി അതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും. അദ്ദേഹം നോക്കുമ്പോൾ ബിരിയാണി കിട്ടുന്ന സ്ഥലം വടക്കോട്ടാവുന്നത് കൊണ്ട് അദ്ദേഹം വടക്കോട്ട് പോയി. ഇവിടെ മണിയേട്ടൻ അതിന്റെ വിശദാംശങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഞാൻ കൃത്യമായി പറയുന്നു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ കൃത്യമായി പദ്ധതി നിർവഹണം നടത്തി വലിയ തോതിൽ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ്. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? UDFനോട് ഞാൻ ചോദിക്കുകയാണ്. 4 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിൽ എന്ത് ന്യൂനതയാണ് നിങ്ങൾക്ക് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ? ഇല്ലല്ലോ. ഇവിടെ മണിയേട്ടൻ പറഞ്ഞ പോലെ എന്താ നെഗറ്റീവ് കാണിക്കുക, നെഗറ്റീവ് പറയാണ്. അവൻ ചിരിച്ചില്ല, അവൻ മുണ്ടിയില്ല, ഞാൻ ചിരിച്ചു, നല്ല പൂക്കി ചിരിച്ചു, നന്നായി ചിരിച്ചവൻ മിടുക്കൻ. മുറിച്ചുവിറ്റ വകയിൽ 21,600 രൂപ മാത്രമാണ് പഞ്ചായത്തിന് ലഭിച്ചത്. എന്നാൽ വിപണിയിൽ കുറഞ്ഞത് 2 ലക്ഷം രൂപ വരെ ലഭിക്കേണ്ട മരങ്ങൾക്കാണ് പഞ്ചായത്ത് അധികൃതർ വെറും 21,000 രൂപ മൂല്യം നിശ്ചയിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മരം മുറിക്കാനുള്ള ലേലത്തിനായി 3 ടെൻഡറുകളാണ്
പഞ്ചായത്ത് സ്വീകരിച്ചത്. ഈ 3 ടെൻഡറുകളും നൽകിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണെന്നും ഇതിനു പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് LDF സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTEയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പളശ്ശേരി.